നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി പിടിയിൽ. തൃശൂർ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ട ശ്രീലങ്കൻ പൗരൻ അജിത് കിഷൻ പിടിയിൽ. തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ച ബോട്ടിൽ കടൽമാർഗം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് പിടിയിലായത്. ശ്രീലങ്കൻ നാവികസേനയാണ് പിടികൂടിയത്. ഇയാളെ അവശനിലയിൽ ബോട്ടിൽ കണ്ടെത്തുകയായിരുന്നു. ലഹരിക്കടത്തിന് കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്ന് പിടികൂടി വിയ്യൂർ ജയിലിൽ റിമാൻഡിലായിരുന്നു അജിത് കിഷൻ. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ഇയാൾ രക്ഷപ്പെട്ടത്. മുൻമന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. 1992 ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നും 96 2001 തിരൂരങ്ങാടിയിൽ നിന്നുമാണ് കുട്ടി അഹമ്മദ് കുട്ടി MLA ആയത്. മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം പ്രസിഡന്റ്, STU മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, തിരൂർ MSM പോളിടെക്നിക് ഗവേണിംഗ് ബോഡി ചെയർമാൻ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് കായംകുളം സ്വദേശികളായ യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. ദേശീയപാതയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് ഗുരുതര പരിക്ക്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രക്കാരായ കായംകുളം പട്ടാണിപ്പറമ്പിൽ മുഹമ്മദ് സിനാൻ, കായംകുളം വലിയതറത്തെക്കേതിൽ അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 2:30 ദേശീയപാതയിൽ പുന്നപ്ര മാർക്കറ്റ് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ആലപ്പുഴ ഭാഗത്തേക്ക് പോയ ബൈക്കും എതിർദിശയിൽ വന്ന ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ നാട്ടുകാരും പുന്നപ്ര പോലീസും ചേർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഭിജിത്ത് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നവജാത ശിശുവിനെ കുഴിച്ചുമൂടിയതായി സംശയം. കാമുകനും സുഹൃത്തും കസ്റ്റഡിയിൽ. തകഴി കുന്നുമ്മയിൽ നവജാത ശിശുവിനെ കുഴിച്ചുമൂടിയതായി സംശയം. കാമുകനും സുഹൃത്തും കസ്റ്റഡിയിൽ. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പൂച്ചാക്കൽ സ്വദേശിനിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് യുവതിയെയും കാമുകനെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് കാമുകനുമായി പോലീസ് നവജാത ശിശുവിനെ കുഴിച്ചിട്ട സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തും. തുംഗഭദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്നു. മുഴുവൻ ഗേറ്റുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. അതീവ ജാഗ്രതയിൽ സംസ്ഥാനം. കർണാടകയിലെ കൊപ്പൽ ജില്ലയിലെ തുംഗഭദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്ന് വൻ അപകടം. ഡാമിന്റെ 19ാം ഗേറ്റാണ് പൊട്ടിവീണത്. പൊട്ടിയ ഗേറ്റിലൂടെ 35,000 ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകി. ആകെ 35 ഗേറ്റുകളാണ് ഡാമിനുള്ളത്. ഡാം തകരുന്നത് ഒഴിവാക്കാനായി ഡാമിന്റെ മുഴുവൻ ഗേറ്റുകളും തുറന്നുവിട്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ്. മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച 2ാമത്തെ ഡാമാണിത്. കർണാടക സർക്കാർ പ്രളയ മുന്നറിയിപ്പ് നൽകി. കൊപ്പൽ, വിജയനഗര, ബെല്ലാരി, റായ്പൂർ ജില്ലകളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട്. ഡാമിന്റെ തകർന്ന ഗേറ്റിന്റെ അറ്റകുറ്റപ്പണിക്കായി ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് വിദഗ്ധരെ എത്തിക്കും.